ജയസൂര്യൻ ചേട്ടാ, നമ്മുടെ മഹാരാജാസ് കോളേജിൽ മുസ്ലിം ഭീകരവാദികളുടെ കൈകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച അഭിമന്യുവിനെ പാർട്ടി മറന്നു, CPM മറന്നു. കാരണം അഭിമന്യു കൊല്ലപ്പെട്ട് 6 വർഷം കഴിഞ്ഞിട്ടും വിചാരണ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇതാ കേസിൻ്റെ നടത്തിപ്പ് ജില്ലാ കമ്മിറ്റി വലിയ വീഴ്ച വരുത്തിയെന്നാണ് സംസ്ഥാന നേതൃത്വം കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതിനെ നോക്കി നടത്താൻ ഒരാളെ നിയോഗിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അങ്ങ് ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി നടത്തുന്ന ഇടപെടലുകൾ എത്രമാത്രം ഭീകരമാണ് എന്നുള്ളതിന്റെ അവസാനത്തെ തെളിവാണ് ഈ സംഭവം. അപ്പൊ അഭിമന്യുവിന്റെ അമ്മ ഭൂപതി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് കേസിന്റെ നടപടികൾ വേഗത്തിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോഴാണ് കേസിന്റെ നടപടികളെ സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ പോലും സർക്കാർ, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈമാറി കേസിന്റെ പുരോഗതിയിലേക്ക് വന്നിട്ടില്ല എന്ന് വെളിവാകുന്നത്. അപ്പോൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. SDPI ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങളെ CPMുമായി സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ മന്ത്രി അബ്ദുൾ റഹ്മാനെ താനൂരിൽ വിജയിപ്പിക്കാൻ വേണ്ടി SDPIയുടെ സഹായമുണ്ടായി, അവരാണ് വിജയിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യത്തിൽ നമുക്ക് ഇത് അറിയാം. ഇപ്പോ അമ്പലപ്പുഴ MLA H സലാം, അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പിന്നിലും SDPIയുടെ PFIയുടെ ഒക്കെ നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന് അവരൊരു അവകാശവാദമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. നേമത്ത് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇത് ചെയ്തു എന്നുള്ളത് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ തരത്തിലുള്ള നീക്കം SDPIയും PFIയും പോലെയുള്ള ഭീകര ശക്തികൾ CPMുമായി ഒത്തുകളിച്ചുകൊണ്ട് അന്തർധാര എന്നുള്ള നിലയിൽ നടപ്പാക്കിയെന്ന്, ഇത് നടപ്പാക്കുന്നതിൽ ഒരു കക്ഷിയായിരിക്കുന്ന SDPI അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതിന്റെ ക്രെഡിറ്റ് അവർ തന്നെ പ്രഖ്യാപിക്കുന്നു. ഇതിനേക്കാൾ വലിയ തെളിവിന്റെ ആവശ്യമില്ല. അപ്പോൾ അഭിമന്യുവിന്റെ കേസ് വച്ച് താമസിപ്പിച്ച് നീതി നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെല്ലുകയും SFIയുടെ ഞങ്ങളുടെ സഖാവാണ്, ഞങ്ങളുടെ ചങ്കാണ് എന്നൊക്കെ പറഞ്ഞ് ആ സ്മാരകമുണ്ടാക്കാനൊക്കെ ഒരുങ്ങുന്ന അതേ സമയത്ത് തന്നെ അതേ അഭിമന്യുവിന്റെ കേസിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് നേട്ടങ്ങൾ രാഷ്ട്രീയ രംഗത്ത് കൊയ്തെടുക്കാൻ, അതായത് അബ്ദുൾ റഹ്മാനെ താനൂരിൽ വിജയിപ്പിക്കാനും H സലാമിനെ അമ്പലപ്പുഴയെ വിജയിപ്പിക്കുവാനും MLAമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് മന്ത്രിമാരെ സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തിൽ എത്താനും അധികാരം തുടരാനും നിലനിർത്താനും തങ്ങളുടെ സഖാവിന്റെ ചോരയെ തന്നെ വിറ്റ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPMന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ഇപ്പോൾ. ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു കാര്യം, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തി ചോരപ്പുഴ ഒഴുക്കിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവർ അധികാരത്തിൽ വന്ന 56 രാജ്യങ്ങളിലും ചോരപ്പുഴ ഒഴുകിയിട്ടുണ്ട്. എന്നാൽ PFI പോലെയുള്ള ഒരു ഭീകര സംഘടന, SDPI പോലെയുള്ള അവരുടെ രാഷ്ട്രീയ വിഭാഗം, ഇത് രണ്ടും ഈ കാര്യത്തിൽ CPMനോട് ചേർന്ന് നിൽക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങളാണ്. കൊലപാതകവും ചോരപ്പുഴകളും ഒക്കെ അവരുടെ ജിഹാദി പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അവരതിൽ അഭിമാനിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ കൊലപാതക പരമ്പരകൾ എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ ആദർശത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് അധികാരത്തിന് വേണ്ടി മാത്രമാണ്. അപ്പൊ SDPIക്കും CPMനും ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിന്റെ അധികാരം വെട്ടിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി തങ്ങളുടെ സഖാക്കളുടെ മരണവും രക്തസാക്ഷിത്വവും അവരുടെ ചോരയും അവരുടെ കണ്ണീരും അവരുടെ കുടുംബത്തിന്റെ അനാഥത്വവും വിറ്റ് കാശാക്കി ഭരണമാക്കി മാറ്റുന്ന അതിഭീകരതയാണ് ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത്. അപ്പോ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അപകടകരമാണ്. തീർച്ചയായിട്ടും. ഒരു കാര്യം, ഈ സാധാരണ കേരളത്തിൽ കൊലപാതക കേസുകളൊക്കെ വിചാരണയ്ക്കെടുക്കാൻ ഒരു 5 വർഷം വരെ വൈകുന്നുണ്ട്. ഇതൊരു സ്വാഭാവികമായ നടപടിക്രമങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കോടതികളിൽ കേസുകളുടെ എണ്ണം കൂടി, വിചാരണ തന്നെ വളരെ വൈകിയാണ് നടക്കുന്നത്, അത്ര അതിന് വേഗം പോരാ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കേസുകളുടെ എണ്ണവും വളരെ കൂടിയിരിക്കുന്നു. ഇതല്ലേ സ്വാഭാവികമായ ഒരു കാലതാമസമല്ലേ അഭിമന്യുവിൻ്റെ കേസിൽ വന്നിട്ടുള്ളൂ?
അതിനെ നമുക്ക് മറിച്ച് വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, അങ്ങനെ നമ്മൾ ജനറലായിട്ട് പറയാൻ കഴിയില്ല. പല കേസുകളും CBI ഏറ്റെടുക്കുകയോ അതല്ലെങ്കിൽ പ്രത്യേക ഒരു താല്പര്യത്തോടു കൂടി ഊർജിതമായി നടക്കുകയോ ചെയ്തു. ഈ പറഞ്ഞ 5 വർഷം 6 വർഷത്തിന്റെ ഒന്നും താമസത്തിന്റെ ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഭരണകൂടം ഒത്താശ ചെയ്തു കൊടുക്കുന്ന കേസുകൾ മാത്രം, മനഃപൂർവ്വം വെച്ച് താമസിപ്പിക്കുന്ന കേസുകൾ മാത്രമാണ് 6 വർഷം 7 വർഷം ആയിട്ടും തുടങ്ങാൻ പോലും കഴിയാതെ വരുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭരണകൂട ജാഗ്രത ഉണ്ട്, പോലീസിന് ജാഗ്രതയുണ്ട് എങ്കിൽ തീർച്ചയായും എത്ര വേഗത്തിലും ഏതൊരു കേസും അന്വേഷിച്ച് പ്രതികളെ ശിക്ഷിക്കാൻ സാധിക്കും, കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ ഭരണകൂടം തന്നെ പ്രതിയായി നിൽക്കുകയും ഭരണകൂടം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണം, പോലീസ് അവരുടെ കയ്യിലാണ്, അന്വേഷണ ഏജൻസികൾ അവരുടെ കയ്യിലാണ്, പ്രോസിക്യൂഷൻ ഹാജരാവേണ്ട വക്കീല് അവരുടെ കയ്യിലാണ്, തെളിവുകൾ ഹാജരാക്കേണ്ടത് സർക്കാരാണ്. ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ അവര് തന്നെ ഈ കേസിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ കേസ് എത്ര കാലം വേണേലും നീട്ടിക്കൊണ്ടുപോകാം. ഇനി വേഗമാക്കണമെങ്കിൽ അതിവേഗത്തിൽ അത് നടത്തുകയും ചെയ്യാം. ഇതിനുള്ള ഒരു സത്യസന്ധതയും ആർജവവും ആത്മാർത്ഥതയും ഭരണകൂടത്തിനുണ്ടോ, ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടികൾക്കുണ്ടോ? ഇനി ഇല്ല എങ്കിൽ, ഇപ്പൊ ആലപ്പുഴയിൽ സുധാകരന്റെ കാര്യം എടുത്താൽ, സുധാകരനൊക്കെ ഇതുപോലെയുള്ള അവസ്ഥയിൽ മനം മടുത്താണല്ലോ പാർട്ടിയോട് ഉടക്കി നിൽക്കുന്നത്. അപ്പൊ ഉടക്കി നിന്നാൽ പോലും നിസ്സഹായരാണ് അവര്. അപ്പൊ പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയതയിലേക്ക്, പൊട്ടിത്തെറിയിലേക്ക് ഇത് കൊണ്ടുപോകും എന്നുള്ള ഉറപ്പാണ്. ഭരണകൂടം മനഃപൂർവ്വം വെച്ച് താമസിക്കുന്നു എന്നുള്ളത് പാർട്ടിക്കകത്ത് ചർച്ചയാണ്. ഉവ്വ്. ഈ അഭിമന്യുവിൻ്റെ കേസ് ഡയറിയും അനുബന്ധ രേഖകളും ഇടക്കാലത്ത് കാണാതെയായി. അതെന്തോ അതിനൊരു എന്താ പറയേണ്ട, ഉചിതമായ സമയത്ത് കൃത്യമായിട്ട് അത് കോടതിയിൽ എത്തിക്കാൻ സാധിച്ചില്ല. ഒരു സ്വാഭാവികമായ വീഴ്ച അതിലുണ്ടായി. അതല്ലാതെ മനഃപൂർവ്വം പാർട്ടി ഈ കേസ് വെച്ച് താമസിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്? അല്ല, നമ്മളത് സ്വാഭാവികം എന്ന വാക്കുകൊണ്ട് നമുക്ക് അവിടെ ന്യായീകരിക്കാൻ പറ്റില്ല. SDPIയുടെ അല്ലെങ്കിൽ PFIയുടെ താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി ഈ കേസ് വെച്ച് താമസിപ്പിക്കുന്ന ഒരു ധാരണ PFI SDPI കക്ഷികളുമായി CPM ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട വസ്തുത. അങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഈ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പൊ BJPയോ അല്ലെങ്കിൽ CPMന്റെ മറുവശത്ത് നിൽക്കുന്ന മറ്റാരെങ്കിലോ ഒന്നുമല്ല. അത് കൊണ്ടുവന്നിരിക്കുന്നത് യൂത്ത് ലീഗിന്റെ നേതാവ് PK ഫിറോസ്. അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് CPMന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി അഭിമന്യു കേസ് വലിച്ചു നീട്ടുകയാണ്, വച്ച് താമസിപ്പിക്കുകയാണ്. ഈ അഭിമന്യു കേസ് വെച്ചുകൊണ്ട് ഇവർ വിലപേശുകയാണ്. ആ കേസിന്റെ പേരിൽ SDPIയുമായി കോംപ്രമൈസ് ചെയ്തിരിക്കുകയാണ്. PK ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് ലീഗ് നേതാവ് തന്നെ ഇത് ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോൾ നമ്മളതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. കേരള രാഷ്ട്രീയം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഭീകര പ്രസ്ഥാനങ്ങളും CPMുമായി, രണ്ടും തമ്മിൽ വ്യത്യാസമില്ല കേട്ടോ, രണ്ടും ഭീകര പ്രസ്ഥാനം തന്നെയാണ്. ഇവരുടെ ഒരു ഒത്തുകളിയാണ്. പക്ഷേ ഇതിൽ നിസ്സഹായരായി നിൽക്കുന്നത് ഇവർക്ക് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള സാധാരണ സഖാക്കളാണ്. അവർ ആദിവാസികളായിരിക്കാം, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗമായിരിക്കാം, സർവോപരി ഹിന്ദുക്കളായിരിക്കാം. പക്ഷെ അവരിതൊന്നും അറിയുന്നില്ല, അവരുടെ കുടുംബങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അവരെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ട് പറ്റിക്കുകയാണ്, അവരെ വഞ്ചിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള വമ്പൻ കച്ചവടമാണ്. ഇതേതായാലും പുറത്തു വന്നേ പറ്റൂ. സഖാക്കൾക്കിടയിൽ ഇപ്പോൾ ഇത് സംശയം ഉയർത്തിയിട്ടുണ്ട്. അവർക്കിടയിൽ ഭിന്നതയുണ്ട്. അത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രമല്ല, ഉടനീളം കേരളത്തിൽ സഖാക്കളുടെ ഇടയിൽ ഇക്കാര്യം സജീവ ചർച്ചാ വിഷയവുമാണ്. ഇതിനകത്ത് ഈ എറണാകുളം ജില്ലാ കമ്മിറ്റിക്കെതിരെയാണ് രൂക്ഷമായ ആക്രമണവും ആരോപണവും ഉയർന്നിരിക്കുന്നത്. അതായത് ഈ അഭിമന്യുവിൻ്റെ പേരിലൊരു രക്തസാക്ഷി മന്ദിരം, അഭിമന്യു സ്മൃതി മന്ദിരം നിർമ്മിച്ചു. എന്നിട്ട് അവരത് അർബൻ സഹകരണ ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തു. അത് വലിയ രൂക്ഷമായ എതിർപ്പാണ് ഉയർന്നത് സമൂഹത്തിൽ നിന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ ജില്ലാ കമ്മിറ്റിക്ക് എന്തോ ഒരു താല്പര്യം ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് തോന്നിയാൽ കുറ്റം പറയാൻ സാധിക്കുമോ നമുക്ക്? യാതൊരു വിധത്തിലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എറണാകുളം ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ കാൽ കീഴിൽ നിന്ന് ഊർന്നു പോകുന്ന മണ്ണ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെന്തും ചെയ്യും. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് തീർച്ചയായിട്ടും
ഇവരുടെ ഈ കച്ചവട താല്പര്യം. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഭാവിയിൽ AKG സെന്ററിനെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി വാടകയ്ക്ക് കൊടുക്കാൻ മേലായില്ല. പാർട്ടിയുടെ കയ്യിൽ കേരളത്തിലുടനീളമുള്ള രക്തസാക്ഷി മണ്ഡപങ്ങളെ മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സുകളാക്കി വിൽക്കാനോ വാടകയ്ക്ക് കൊടുക്കാനോ ഇവർ ചിന്തിച്ചു കളയും. കാരണം ഇവർക്ക് ലാഭം മാത്രം മതി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാർട്ടി അസറ്റുകളെ കോർപ്പറേറ്റ് വൽക്കരിച്ച് അതിന്റെ കോർപ്പറേറ്റ് രാജാക്കന്മാരാകാനുള്ള മത്സരമാണ് ഇന്ന് CPM നേതൃത്വത്തിൽ നടക്കുന്നത്. അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയാണ് അഭിമന്യു കേസ് ഈ രീതിയിലാവാനും കാരണം. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. അഭിമന്യുവിൻ്റെ കേസ് എന്നാണ് കോടതിയിൽ വരുന്നത്, വിചാരണ എങ്ങനെയായിരിക്കും, അതിൽ പ്രോസിക്യൂഷൻ വേണ്ട വിധത്തിൽ അതിനകത്ത് ഗൗരവത്തോടെ ഇടപെടുമോ, അഭിമന്യുവിനെ കൊന്നവർ, ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിവർത്തിയുള്ളൂ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.